ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, 1972 കരുവാരകുണ്ട് ഇടവക സ്ഥാപിതമാകുന്നത്. ഈ പ്രദേശത്തെ ദേവജനത്തിന് അവൻ്റെ നാനാവിധമായ വളർച്ചയ്ക്ക് സഹായകമായ രീതിയിലുള്ള കർമ്മ പദ്ധതികളിലൂടെ ഈ ഇടവക ദേവാലയം മുന്നോട്ട് പോകുന്നു. അവൻ്റെ ദുഃഖങ്ങളിലും അവൻ്റെ സങ്കടങ്ങളിലും കഷ്ടതകളിലുമെല്ലാം എത്തിച്ചേരുവാനും സഹായം തേടുവാനും ഈ ഇടവക ദേവാലയം എന്നും തുറന്നിട്ടിരിക്കുകയാണ്. ഈ ഇടവകയുടെ നാനാവിധ വളർച്ചയ്ക്ക് സഹായിച്ച എല്ലാവരെയും സ്മരിക്കുന്നു. അധ്വാനം ചെയ്ത വൈദികരെയും ഇല്ലായ്മകളിൽ ഈ ഇടവക ദേവാലയം കെട്ടിപ്പടുക്കുവാൻ അധ്വാനം ചെയ്ത പൂർവികരെയും നന്ദിയോടെ സ്മരിക്കുന്നു. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കാറ്. ഈ ദേവാലയ അങ്കണത്തിൽ കളിച്ചു വളർന്നു. ഈ ദേവാലയത്തിൽ അൾത്താരയിൽ ശുശ്രൂഷ ചെയ്തും വർഷങ്ങൾ കടന്നു പോയതിനു ശേഷം ഈ താമരശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ഈ കരുവാരകുണ്ട് ഇടവകയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികനായി സേവനം ചെയ്യാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുത്തതിൽ ഞാൻ അഭിമാനിക്കുന്നു. കരുവാരകുണ്ടിൻ്റെ തിലകക്കുറിയാണ് ഈ ഒരു ഫൊറോന ദേവാലയം. ഈ മലമുകൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? മലമുകൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നാണ്. അപ്പോൾ ഇതൊരു മലയുടെ മുകളിലായിട്ട് ഈ പള്ളി ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ഈ ദേശത്തിൻ്റെ ദൈവസാന്നിധ്യമായിട്ട് നമുക്ക് ഫൊറോന ദേവാലയത്തെ, നമ്മളുടെ ഇടവ പള്ളിയെ, അതായത് കരുവാരകുണ്ട് പള്ളിയെ കാണാൻ പറ്റും. ദൈവശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ടോപ്പ് ഓഫ് ദ മൗണ്ടിൻ റിവീൽസ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതായത് മലമുകൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ പ്രദാനം ചെയ്യുന്ന ഇടമാണ്. അപ്പോൾ ഇത് ഈ ദേശത്തിൻ്റെ ദൈവിക സാന്നിധ്യമാണ് എന്ന് അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 1973 മുതൽ ഈ ദേവാലയം ഈ ദേശത്തിൻ്റെ സൗന്ദര്യമായി നിലനിൽക്കുകയാണ്. എല്ലാവർക്കും ആശ്രയം കൊടുക്കുന്ന, ദൈവത്തിൻ്റെ സാന്നിധ്യ അനുഭൂതി നൽകുന്ന ഈ ദേവാലയത്തിൻ്റെ ഈ തിരുനാളിന് എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്.